നമ്മൾ ഇന്നിവിടെ ട്രക്കിലാണ് വിൻ്റർ ക്യാമ്പിങ്. അപ്പോൾ ചിക്കൻ, ഒരു ഫുൾ ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് ചിക്കൻ ബ്രസ്റ്റാക്കി പല പീസുകളാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു കുക്കർ ബിരിയാണി കുക്കറിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടിരിക്കുന്നത്. കുക്കർ ബിരിയാണി സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ചിക്കൻ പീസ് ആക്കിക്കൊണ്ടിരിക്കുന്നു. സ്റ്റൗ ഓക്കെയാണ്. നമ്മുടെ ക്യാമറ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പോൾ സമയം ഇവിടെ 1 മണിയായി. ഇതുണ്ടാക്കിയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാനായിട്ട്. അപ്പോൾ വിൽ സീ യു സൂൺ. സബോള, കുക്കറാണ്, കുക്കർ വെച്ചു. കുക്കറെല്ലാം ഓക്കെയാണ്. നമ്മുടെ എക്സോസ് ഓൺ ചെയ്തു. കുക്കർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുക. സബോള സിമ്പിളായിട്ട് കട്ട് ചെയ്യണം. സിമ്പിൾ. ഇവിടെ നമുക്ക് സ്ഥല സൗകര്യവും ഇതെല്ലാം കുറവാണല്ലോ. എല്ലാം ഒരു ഡിഫറെൻറ്റ് കുക്കിംഗ്, ഡിഫറെൻറ്റ് ടൈപ്പിലാണ് കട്ടിങ് ഒക്കെ. സബോളപ്പം കട്ടാക്കി മൊത്തം. പച്ചമുളക്, പച്ചമുളക്, തക്കാളി, ഇഞ്ചി. നമ്മുടെ കുക്കർ ഓൾമോസ്റ്റ് നല്ല ചൂടായിട്ടുണ്ട്. ഇഞ്ചി, കുറച്ച് ഓയിൽ, വെജിറ്റേറിയൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. നമ്മുടെ സ്പൈസീസ് ഉണ്ടെന്നോ, സ്പൈസീസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കറുകപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ ഐറ്റംസ്. ഏലക്കായ. സിമ്പിൾ പരിപാടിയോ. ചൂടായ വഴിക്ക് നമ്മൾ സബോള ഇടണം ഫസ്റ്റ്. തക്കാളി ഇടണില്ല, സബോളയും പച്ചമുളകും. ഇഞ്ചിയില്ല, സബോളയും പച്ചമുളകും. തക്കാളിയും ഇഞ്ചിയും ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുള്ളൂ. ഇഞ്ചി ചിലപ്പോൾ അടി പിടിക്കുമല്ലോ. തക്കാളി പേസ്റ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ സബോള തക്കാളി.
നമ്മൾ കറുകപ്പട്ട സാധനങ്ങളൊക്കെ തട്ടാൻ പോവാ. ഓക്കെ, ട്രക്കിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കുക്കിങ്. ഇന്ന് നമ്മൾ വിൻ്റർ ക്യാമ്പിംഗ് ആണ്, വിൻ്റർ ക്യാമ്പിംഗ്. ട്രക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളിന്ന് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫാരൻഹീറ്റ് 27 ആണ്. ഫാരൻഹീറ്റ് 27 ആണ്. നമുക്ക് കുക്കിംഗ് നോക്കാം, ബിരിയാണി എങ്ങനെ സെറ്റപ്പ് നോക്കാം. റൈസ്, സിംഗിളിക്കാട്ടോ ഒഴിക്കണേ. ഒരു കപ്പ് ബസ്മതി, സോക്ക് ചെയ്യണം. റൈസ് കുറച്ച് നേരം സോക്ക് ചെയ്യണം. നമുക്ക് ഇഞ്ചി ഇടാം, അതുപോലെ തന്നെ വെളുത്തുള്ളി, സബോള, തക്കാളി ഇടണം. ഓക്കെ, സിമ്പിൾ റെസിപ്പി, സിമ്പിൾ സാധനം. ഇത് നമ്മൾ മുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു മസാല, സ്റ്റേക്ക് മസാല. ഇത് മെക്സിക്കൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അതിൽ എല്ലാ ഒരുവിധ സാധനങ്ങളും ഉണ്ട്, സാൾട്ട് കയറിയിട്ട് എല്ലാം ഉണ്ട്. പെട്ടെന്ന് തന്നെ മീറ്റിലേക്ക് കയറി പിടിച്ചോളും. ഒബ്സർവ് ചെയ്ത് അതിടുമ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിടണം. സാൾട്ട്, ഇത് നമ്മുടെ ചിക്കൻ. ഈ ചിക്കൻ ടൈസൺ ചിക്കൻ കേട്ടോ. ടൈസൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു കമ്പനിയാണ്. ഈ ചിക്കൻ നിങ്ങൾ മേടിച്ച് കഴിച്ച് നോക്കും, വാൾമാർട്ടിലുണ്ട്. എനിക്ക് ചിക്കൻ്റെ ലെഗ് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈ ഞരമ്പ് പോലെ വരും ലെഗിൽ. എല്ലാ ഒരു സംഭവം ഒന്നുമില്ല, അടിപൊളി ചിക്കനാണ്. ഹാവ് ടു ട്രൈ. വേപ്പില നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണോ? വേപ്പില
the chicken. See? പിന്നെ പറ്റുള്ളൂ ഫുൾ ചിക്കൻ ഇതിൽ കയറില്ലേ കുക്കറിൽ റൈസും കൂടി വരുമ്പോൾ പണിയാണ് കീപ്പ് ദിസ് വൺ റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സംഭവം നമ്മൾ അടച്ചു വയ്ക്കുകയാണ് റൈസ് ഇതിലാണ് സോക്ക് ചെയ്ത് വെച്ചേക്കാണ് നൈഫ് വയ്ക്കുന്നു ട്രക്കിൻ്റെ ഇൻസൈഡ് ടെമ്പറേച്ചർ 56 ഉണ്ട് ട്രക്കിൻ്റെ ഉള്ളിൽ. ട്രക്കിൻ്റെ ഔട്ട്സൈഡ് ഭാഗമാണ് കിച്ചൺ ഭാഗം, ഇൻസൈഡ് ഫുൾ ഇൻസലേഷനാണ്. അവിടെ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് 68 എങ്കിലും വേണം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല ട്രക്കിൽ. നമുക്ക് നോക്കാം. എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പ ക്ലീൻ ചെയ്യണം, വീട്ടിൽ പോലും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഇതൊക്കെയാണ്. ഇത് 2 വിസിലടിക്കണം. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയി. പിന്നെ റൈസ് നമുക്ക് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞാൽ റൈസ് ഓക്കെ ആയി. അപ്പോൾ ബിരിയാണിയുടെ സെറ്റപ്പ് ആയി. പിന്നെ അതിൽ നെയ്യ് ഇട്ടിട്ട് നമ്മൾ എടുത്താൽ മതി. ഓക്കെ. റൈസ് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് കാഷ്യൂ ലൈക്ക് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നട്ട്സുകളെല്ലാം ഇടാം. വേണമെങ്കിൽ കുറച്ച് മസാല മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സിമ്പിൾ റെസിപ്പീനോ ഒരു 30 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. നല്ല തണുപ്പുണ്ട് ഔട്ട് സൈഡിനോ. അപ്പോൾ നമ്മുടെ കിച്ചണിലേക്കുള്ള ഡോർ ഇതാണ്. കിച്ചണിലേക്ക് അതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ 56 ഉള്ളൂ. സ്റ്റൗ കത്തുണ്ട്, കുക്കറിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനം ഓഫ് ചെയ്യാം. സ്റ്റീം പോകുമ്പോൾ നമുക്ക് റൈസ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ RV. ഇതിലൊരു ബർത്ത് ഉണ്ട്, പിന്നെ ഇതിലൊരു കൗച്ചാണ്. ഇത് ബെഡാവും, ക്യൂൻ ബെഡാവും. ഡബിൾ പീപ്പിൾ ക്യാൻ സ്ലീപ്പ്. ഇത് 2 സീറ്റ്, ഇതൊരു സീറ്റ്, ഇപ്പുറത്തെ ഭാഗത്തൊരു സീറ്റ്. ഇത് ഡ്രൈവിങ് അവിടെ 2 സീറ്റ്. 4 പേർക്ക് ഇരുന്ന് സിമ്പിളായിട്ട് പോകാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ലൈക്ക് ഇപ്പോൾ പാർക്ക് ചെയ്തേക്കണം വാൾമാർട്ട് പാർക്കിംഗ് ലോട്ടിലാണ് ഇപ്പോൾ പാർക്ക് ചെയ്തേക്കണത്. വാൾമാർട്ട് പാർക്കിംഗ് ലോട്ടുണ്ട്. വാൾമാർട്ട് പാർക്കിംഗ് ലോട്ടിലാണ് പാർക്ക് ചെയ്തേക്കണം. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രി സൈഡായ കാരണേ ട്രക്ക് സ്റ്റോപ്പിംഗ് പ്ലേസ് ഉണ്ട്, പക്ഷെ അത് പാസ്സായി പോയി. അതൊരു 20 മൈല് അകലെയായിരുന്നു. അപ്പം അത് പാസ്സായി. അപ്പം ഞാനേ ചിക്കൻ ഇപ്പോൾ വിസിലടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് വരാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാണ്. ഇന്ന് ഇവിടെ ഞാനൊരിപ്പോൾ സമയം ഇപ്പം സമയം 2 മണിയായി, 2 o'clock ആയി. സമയം 2 o'clock ആയി.
ഇവിടെ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ ഉണ്ടല്ലേ 31 ഉള്ളൂ. കുറച്ച് അപ്ഡേഷൻ ആയിട്ടുണ്ടോ. ഇത് വൈകിട്ടാവുമ്പോൾ വൈകിട്ടാവുമ്പോൾ ഒരു 90-80 പോകാനോ 20 പോവും. ഏനോ വലിയ കുഴപ്പമില്ല. സ്നോ ഇല്ല. ഇന്നലെ സ്നോ ഉണ്ടായിരുന്നോ, ഇന്നിപ്പോൾ സ്നോ ഇല്ല. നമ്മളിങ്ങനെ വാൾമാറിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ ഇങ്ങനെ സ്റ്റേ ചെയ്ത് കിടക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ ഒരു ഹീറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹീറ്ററിന് പ്രൊപ്പൈൻ ബഡി. ഇതിൽ കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ സപ്പോസ് ടു ബി വെക്കണം, അല്ലെങ്കിൽ ഡേഞ്ചറാണോ, അല്ലെങ്കിൽ വെൻറ്റ് ഓപ്പൺ ചെയ്തിടണം ഇത് ഓൺ ചെയ്യുമ്പോൾ. പക്ഷെ ഞാനിത് ഓൺ ചെയ്തിട്ടിട്ട് 3 hour ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ട്രക്ക് ഹീറ്റായി കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്യും, ഹീറ്റർ ഓഫ് ആകും. കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ നമ്മുടെ കയ്യിൽ ഇല്ല, അത് മേടിക്കണം. ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും, നാളെ എങ്ങാനും വരും. അപ്പോൾ ഇത് ഓൺ ചെയ്തിട്ടില്ല. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡിൻ്റെ സെറ്റപ്പൊക്കെ ആയിട്ട് നമ്മൾ ഓൺ ചെയ്യാനുള്ളൊരു പരിപാടിയിൽ അങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് പാർക്കിംഗ് സ്പോട്ട് മാറ്റണം. വേറെ ഗ്യാസ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്യാം. ലൗസ് എന്ന് പറഞ്ഞ ഗ്യാസ് സ്റ്റേഷനുകളുണ്ട്. ഇവിടെ കുറവാണ്. ഇത് കൺട്രി പ്ലേസ് ആണ്. ഇത് വെസ്കാൻസിലായി ഓവർ ബോർഡറാണ്. നാളെ നമ്മൾ മോർണിംഗ് ഒരു ഫാമിലേക്ക് പോണതിനോ അവിടുന്ന് മീറ്റ് നമ്മൾ മേടിക്കുന്നുണ്ടോ, ഗോട്ട്, അതേപോലെ അടിപൊളി പിഗ്, പന്നി, പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ നമ്മുടെ നാടൻ കോഴി അതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ 1 day ബിഫോർ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് കിടക്കുക. ഒരു ഡിഫറെൻ്റ് വൈകിട്ട് സ്മോൾ അടിയൊന്നും ഇല്ല. നല്ല കുട്ടിയായി. നമ്മുടെ ബഡി ഹീറ്റർ ഓണാക്കി. ഇപ്പോൾ ഹൈയിലേക്ക് നമ്മൾ ഹൈയിലേക്ക് കഴിഞ്ഞാൽ നല്ല പവറാട്ടോ സംഭവം. USA മെയിനായിട്ട് ട്രക്ക് ക്യാമ്പിങ്, അതേപോലെ വിൻ്റർ ക്യാമ്പിങ്, അതേപോലെ വിൻ്റർ ഫിഷിങ്, ഇതിനെല്ലാം യൂസ് ചെയ്യുന്ന സാധനമാണ്, പോപ്പുലർ സാധനം. ഇതിന് 70 രൂപ, $75 കോസ്കോയിലുണ്ട്. വാൾമാർട്ടിലുണ്ട് 75, ഡിപ്പെൻഡ് ഓണിനോ. സ്മോൾ ഹീറ്ററാണ്, പോർട്ടബിളാണ്. എന്താ ഇതിൻ്റെ അടിയിലൊരു ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. ഈ സിലിണ്ടർ അത് 2 എണ്ണം $10. If you buy 2, 10. ഇതിൽ നമ്മൾ ആ സിലിണ്ടർ നമ്മൾ റീഫില്ല് ചെയ്യരുത്. ചില ആൾക്കാരിങ്ങനെ റീഫില്ല് ചെയ്യും, വലിയ പ്രോപ്പൻ ടാങ്കിൽ നിന്ന് അതിലേക്ക് റീഫില്ല് ചെയ്യും. പക്ഷെ അത് ഡേഞ്ചറാണ്. റീഫില്ല് ചെയ്യാനായിട്ട് വേറെ സിലിണ്ടറും ആണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അത് മസ്റ്റായിട്ട് നിങ്ങൾ ഇത് റീഫില്ല് ചെയ്യാൻ നോക്കരുത്. ഓക്കെ, ഇത് റീഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. ഇത് ഗ്യാസ് ഫുള്ളായി കഴിഞ്ഞാൽ ഔട്ട് സൈഡിലേക്ക് പുഷ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു വാൽവ് ഉണ്ട്. അതിനുള്ള സിലിണ്ടർ നമ്മൾ പർച്ചേസ് ചെയ്യണം. $50 കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇതിന്ന് നമുക്ക് ഗ്യാസ് റീഫില്ല് ചെയ്യാനുള്ള കിറ്റ് കിട്ടും. ആ കിറ്റ് നിങ്ങൾ മേടിക്കുക, നിങ്ങൾക്ക് ചെയ്യാം യൂസിലുള്ള ആൾക്കാർക്ക്. കുഴപ്പമില്ല, അടിപൊളി സാധനമാണോ. ഇവിടെ കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്ത ആൾക്കാർ, സ്ലീപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, ഔട്ട് സൈഡ് ടൈം 3 o'clock ആയി. നമ്മുടെ കുക്കർ ഓൾമോസ്റ്റ് റെഡി ആയി തോന്നുന്നു. നമ്മൾ ബഡി ലോയിൽ കിട്ടും. ഭയങ്കര ചൂടാണ്. നമ്മളിവിടെ ഈ സ്റ്റൗ കണ്ടോ, ഇത് 13,000 BTU. അടിപൊളി സാധനം കേട്ടോ. ആമസോണിലുണ്ട്. കുക്കർ ഓക്കെ ഉണ്ടോ, ചിക്കൻ ഓക്കെ. ഇനി ഒന്ന് ഇളക്കണം. ഇഷ്ടം ഇളക്കി കൊടുക്കും. നമ്മൾ ഇളക്കണം.
റൈസ് കണ്ടോ, റൈസ് നമ്മൾ വാഷ് ചെയ്യുന്നു. ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രകാശമാണ്. റൈസ് നമ്മൾ വാഷ് ചെയ്യണം. റൈസ് നമ്മൾ സിങ്കിൽ ഒഴിക്കണം. ഓക്കെ, ഇനി അത് മിക്സ് ചെയ്യണു. ഒറ്റ വിസിലടിച്ചാൽ മതിയോ, റൈസ് ഓക്കെ ആവും. ഓക്കെ, കുക്കർ നമ്മൾ വീണ്ടും അടച്ചു. റൈസ് ഇട്ടു, മല്ലിയില ഇട്ടു, അണ്ടിപ്പരിപ്പ് ഇട്ടു, മുന്തിരി സാധനങ്ങളൊന്നും ഇല്ല. വീണ്ടും അടച്ചു. പിന്നെ ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ, ഒരെണ്ണം മതി സപ്പോസ് ചെയ്യണം. ഓക്കെ ആയിരിക്കും. ഓക്കെ, ബിരിയാണി ഓക്കെ. ചിക്കൻ ബിരിയാണി ഇതാണ് സാധനം. കുക്കർ ചിക്കൻ ബിരിയാണി സിമ്പിൾ റെസിപ്പീനു. 30 മിനിറ്റ് മതി. ഇതാണ് നമ്മുടെ വാട്ടർ സോഴ്സ്. ബിരിയാണി സൂപ്പർ ഫിനിഷാക്കി. 5 ഗാലൻ വാട്ടറാണ്. 5 ഗാലൻ നമുക്ക് സ്റ്റോറേജ് ഉള്ളൂ. ജസ്റ്റ് വാഷ് ചെയ്യാനായിട്ടോ. ഇതാണ് നമ്മുടെ ട്രക്കിൻ്റെ ബാക്ക് സൈഡ്. ഇതൊരു ഷട്ടറാണ്. ഇത് പൊന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ആണ് ട്രക്ക്. ഫ്രീസറിൻ്റെ കൂളർ സോറി, ലെഫ്റ്റ് ഓവർ മീറ്റ് ഇരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചങ്ങനെയാണ്. ഇഫ് യു വാണ്ട് വേണമെങ്കിൽ വൈകിട്ട് പടയ്ക്കാം. ഇതാണ് നമ്മൾ ഈ പ്രോപ്പൈൻ ഉപയോഗിക്കുമ്പോൾ എയർ വെൻ്റ് നല്ലപോലെ വേണം. അത് അവിടെ ഇൻസ്റ്റലേഷൻ ചെയ്യാത്ത. ഇൻ കേസ് വലിയ ടാങ്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ ബിക്കോസ് ദ സേഫ്റ്റി ഇത് വെൻ്റ്, എയർ വെൻ്റ്, ഇത് ലൈറ്റ്, വേറൊരു ഡി സി പവർ ഉണ്ടോ അതിന് കണക്ട് ചെയ്ത് അങ്ങനെയാണ് AC to DC. നമ്മൾ മെയിൻ ലൈറ്റ് ഓഫാക്കി വിൻഡോ ചെറുതായി ഓപ്പൺ ആയിട്ട് കിടക്കും. ഫാൻ എക്സോസാ.
നമ്മുടെ ഫുഡിങ്ങൊക്കെ അടിപൊളിയായി. നമ്മൾ റെസ്റ്റ് ചെയ്യണോടെ. ഔട്ട് സൈഡിൽ ഇറങ്ങിനോ, ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡ് വാക്കിങ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, ഐസൊക്കെ ഉണ്ട് ജി. ഉണ്ടോ, നല്ല ടെമ്പറേച്ചറൊക്കെ ചേഞ്ചായി. ഓൾമോസ്റ്റ് ചേഞ്ച്. ഇപ്പം നല്ല തണുപ്പായി. ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. ഉണ്ട് make some coffee. നല്ല ചൂടുണ്ട്. Nice coffee. നല്ല തണുപ്പും. ഇപ്പോൾ നമ്മളൊരു കാപ്പി ഇട്ടതാ, ബ്ലാക്ക് കോഫി, നോ ഷുഗർ. ഗ്യാസ് ബടിയുടെ കത്തിക്കൽ തീർന്നതാണ്. മാക്സിമം ഒരു 5 മണിക്കൂർ, 5 hour കിട്ടുള്ളൂ ഗ്യാസ് ബടി. ഔട്ട് സൈഡ് നല്ല തണുപ്പാണ്, തണുപ്പ് കൂടി. ഔട്ട് സൈഡ് ഗംഭീര തണുപ്പായി. ഈ വാൾമാർട്ട് 11 മണി വരെ ഉള്ളൂ. 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തെറിക്കേണ്ടി വരും, വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരുമോ. ലൗസിലേക്ക് പോകാൻ വെച്ചിട്ടിരിക്കണം ഗ്യാസ് സ്റ്റേഷൻ. ടൈം 6 മണിയായി, 6 o'clock ഈവനിങ്. കുറച്ച് നേരം വാൾമാർട്ടിൽ പോയി കറങ്ങി, കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തു. ഈ കപ്പ് ഷോപ്പ് ചെയ്തു. ഇത് കോപ്പർ കപ്പാണ്, ഇൻസൈഡ് കോപ്പർ കപ്പാണ്. ഇത് ഹൈക്കിങ് അതേപോലെ ക്യാമ്പിങ്ങിൻ്റെ കപ്പ്. അത് $6, $6. ഇവിടെ കൺട്രി സൈഡായ കാരണം ഏതോ ആ കൂടി ഒരു വാൾമാർട്ടേ ഉള്ളൂ ഈ ഭാഗത്ത്. പാക്കാണ്, വാൾമാർട്ട് പാക്കാണ്. അങ്ങനെ അത്രയും തിരക്കാണ്. നമ്മുടെ നാട്ടിലെ ലുലു മാളൊക്കെ പോലെ ഒരു 60-70 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരൊക്കെ ഈ വാൾമാർട്ടിൽ വരിക. ഹ്യൂജ് വാൾമാർട്ട്.
ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്ന ചിക്കൻ നമ്മൾ ഐസിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇനി വൈകിട്ട് എന്തെങ്കിലും ലേറ്റ് ആയിട്ടുള്ള ഭക്ഷണമുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം. കമ്മിങ് സൂൺ. കൺട്രി സൈഡിലെ നൈറ്റിൽ ഡ്രൈവ് ചെയ്യാനോ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. വിസ്കോൺസിൻ ബോർഡറാണോ. നമ്മൾ മിഡ് നൈറ്റിൽ എണീറ്റ് പോകണം. ടെമ്പറേച്ചർ ഭയങ്കര ഡൗൺ ആയിക്കുക. വീണ്ടും ബഡി ഓൺ ചെയ്തു. ബഡി ഹീറ്റർ ഓൺ ചെയ്തു. ടെമ്പറേച്ചർ കണ്ട 61 ആയി. 50 പോയിട്ടുണ്ടായിരുന്നു. 61 ആയി. ബഡി ഓൺ ചെയ്തപ്പോൾ വീണ്ടും കയറി വരുന്നുണ്ട്. നമുക്കൊരു 68 വേണം, അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. വെൻ്റ് ഓപ്പൺ ചെയ്തു. അവിടെ സ്ലീപ്പിംഗ് ബാഗൊന്നും ഇല്ല. ജസ്റ്റ് സിമ്പിളായിട്ട് നൈക്കിയുടെ സെറ്ററും പിന്നൊരു പുതപ്പ്. സിമ്പിളായിട്ടുള്ള പതിപ്പ്. പക്ഷെ നമ്മൾ ട്രക്ക് ഫുൾ ഇൻസുലേഷനാണ്. ഒരു 5 മണിക്കൂർ നിന്ന് പിന്നെ ഇടയ്ക്ക് ഡോറൊക്കെ ബാക്ക് ഡോറൊക്കെ 2-3 പ്രാവശ്യം ഓപ്പൺ ആക്കി. അപ്പോൾ ഹീറ്റ് പോയിൻ്റാവും. വീണ്ടും ഓൺ ചെയ്തു. ടെമ്പറേച്ചർ 62 ആയി. Going up. നമുക്ക് see in the morning. ഓക്കെ, കുറച്ച് നേരം കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ക്യാമ്പിങ്ങിലൊരു പാർട്ടാണ് ഇത്. ഇതൊക്കെ നമ്മളൊരു എന്താ പറയുക, ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെ സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ എണീറ്റു. ഇന്നലെ ഉറക്കം 2-3 പ്രാവശ്യം എണീറ്റ് ഉറക്കത്തിൽ നിന്ന്. എന്നുവെച്ചാൽ ഹീറ്റ് ഗ്യാസ് പടി ചെറിയ ക്യാൻ 5 മണിക്കൂർ നമുക്കുള്ളൂ. അതിൻ്റെ ഇത് കഴിഞ്ഞു. ലാസ്റ്റ് ട്രക്ക് ഓൺ ചെയ്തു. നമ്മുടെ ട്രക്ക് ഓൺ ചെയ്തിട്ടാണ് കടന്നത്. എനിവേ കുഴപ്പമുണ്ടായിരുന്നില്ല. പുലർച്ചെ നല്ല ഉറക്കം കിട്ടീനോ. അപ്പോൾ നമ്മളൊരു കാപ്പി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മോർണിംഗ് ആയി കോഫി കുടിക്കുകയാണ്. കോഫി ഓർഡർ ഉണ്ടാക്കി. ബ്ലാക്ക് കോഫി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സീ യു നെക്സ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടന്റുമായിട്ട് കാണാം. നമുക്ക് പ്ലീസ് സബ്സ്ക്രൈബ് if you like the video and the bell icon. Okay, support me. Coming to another video soon. Thank you.